വി ടി ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. വി ടി ബൽറാം നൂലിൽ കെട്ടിയിറങ്ങി MLA ആയ ആളെന്നാണ് വിമർശനം. പാലക്കാട് കൊഴിക്കരയിൽ നടന്ന കുടുംബ സംഗമത്തിലാണ് വി ടി ബൽറാമിനെ രൂക്ഷമായി വിമർശിച്ചത്. നമുക്കൊന്ന് കേൾക്കാം. പുതിയ കാലഘട്ടത്തിൽ ഒരു കാക്കാശിന് അധ്വാനമില്ലാതെ ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന് ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ മേലെ നിന്ന് കെട്ടിയിറക്കി ഇവിടെ വന്ന് MLA ആയി, നമുക്കതിൽ വിരോധമില്ല, ആക്ഷേപമില്ല. അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുറെ ആളുകളെ ഒന്നുമല്ല, ആരോടും ഒന്നും കണ്ടാൻ വേണ്ടില്ല, ഫോൺ എടുക്കില്ല, സംസാരിക്കില്ല. തന്നെയുമല്ല, ഏതെങ്കിലും രീതിയിൽ പ്രിയപ്പെട്ട ഇവിടെ ഇബ്രാഹിംകുട്ടി സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേതാക്കന്മാർ എന്താ പറയേണ്ടത്? അത് പരിഹരിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ വാശിയൊക്കെ യോഗത്തിലുണ്ടായത്. ഇക്ബാൽ ഇറക്കലുണ്ട് നമുക്കൊപ്പം. ഇക്ബാൽ, ഗുഡ് ഈവനിങ്. ഇക്ബാൽ, വി ടി ബൽറാമിനെതിരെ രൂക്ഷമായ വിമർശനമാണല്ലോ CV ബാലചന്ദ്രൻ്റേത്. അതും കോൺഗ്രസിൻ്റെ തന്നെ ഒരു കുടുംബയോഗത്തിലാണ് വിമർശനം ഉണ്ടാവുന്നത്. നൂലിൽ കെട്ടിയിറക്കിയ ആൾ ഫോണിൽ വിളിച്ചാൽ എടുക്കൂല, ആൾ സെൽഫി പോയിന്റുമായിട്ടൊക്കെ കറങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. എന്താണ് സംഭവം ഇക്ബാൽ? അരുൺകുമാർ, അതായത് തൃത്താലയിൽ കോൺഗ്രസിനകത്ത് വിഭാഗീയത രൂക്ഷമാണ്. ഇതിനു മുമ്പും CV ബാലചന്ദ്രൻ, അതായത് KPCCന്റെ നിർവാഹക സമിതി അംഗവും മുൻ DCC പ്രസിഡന്റും എല്ലാമായിട്ടുള്ള CV ബാലചന്ദ്രൻ വി ടി ബൽറാമിനെതിരെ രംഗത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇത് ഒരുപക്ഷെ ആദ്യമായിരിക്കാം പരസ്യമായി CV ബാലചന്ദ്രൻ വി ടി ബൽറാമിനെതിരെ ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. നൂലിൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയായി വി ടി ബൽറാമിനെ പറഞ്ഞുകൊണ്ടാണ് CV ബാലചന്ദ്രൻ തുടങ്ങുന്നത്. അങ്ങനെ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് വലിയ രീതിയിൽ വിജയിപ്പിച്ചു. പക്ഷേ ധാർഷ്ട്യവും അഹങ്കാരവുമായി മുന്നോട്ട് പോയിട്ടുള്ള വി ടി ബൽറാം പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും അഹന്തയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇനിയും ഉണ്ടാവും. പാർട്ടിയെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വി ടി ബൽറാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് പകരം ആ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് വി ടി ബൽറാമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള രൂക്ഷമായിട്ടുള്ള വാക്കുകളാണ് CV ബാലചന്ദ്രൻ പറയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പും CV ബാലചന്ദ്രൻ വി ടി ബൽറാമിന് നൽകുന്നുണ്ട്. നേരത്തെ ഇതെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ CV ബാലചന്ദ്രനെയും വി ടി ബൽറാമിൻ്റെയും അനുയായികളാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പോരുകൾ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ CV ബാലചന്ദ്രൻ തന്നെ നേരിട്ട് രംഗത്തേക്ക് എത്തി വി ടി ബൽറാമിനെതിരെ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. കോൺഗ്രസ് നിലനിൽക്കണം, പാർട്ടിക്ക് മേലെ വളരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്തിടണം എന്ന രീതിയിലുള്ള പാർട്ടിക്ക് കൂടി ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് CV ബാലചന്ദ്രൻ കഴിഞ്ഞ ദിവസം തൃത്താല കോഴിക്കരയിൽ വെച്ച് നടന്ന ഈ കുടുംബ സംഗമത്തിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഏതായാലും തൃത്താലയിലെയും പാലക്കാട്ടെയും കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് അത് വർദ്ധിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഇപ്പോൾ തൃത്താലയിലെ ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം. താങ്ക് യു ഇക്ബാൽ. ധാർഷ്ട്യം, അഹങ്കാരം, അതിൻ്റെ പേരാണ് വി ടി ബൽറാം എന്ന മട്ടിലാണ് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ് CV ബാലചന്ദ്രൻ്റെ രൂക്ഷമായ വിമർശനം. പാലക്കാട് കൊഴിക്കരയിൽ നടന്ന കുടുംബ സംഗമത്തിലാണ് വി ടി ബൽറാമിനെ രൂക്ഷമായി വിമർശിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ നടന്ന നേതാവ് ഈ അവസ്ഥയിലായി.